നമോ ഭഗവതേ വാസുദേവായ നമോ നാരായണായ. ശ്രീമദ്ഭാഗവത മഹാപുരാണം അതിൻ്റെ മാഹാത്മ്യത്തിലെ 2-ാമത്തെ അധ്യായം 25-ാമത്തെ ഭാഗം ഇപ്പോൾ പറയണു. അതിൽ 35-ാമത്തെ ശ്ലോകം. ശ്രീ നാരദ ഉവാച അനയാ ആകാശവാണ്യാപി ഗോപ്യത്വേന നിരൂപിതം കിം വാ തത് സാധനം കാര്യം യേന കാര്യം ഭവേത് തയോഃ. അനയാ ആകാശവാണ്യ അപി. ഇപ്പം നേരത്തെ ഒരു അശരീരി നമ്മൾ കേട്ടു. സജ്ജനം പറഞ്ഞു തരും, സത്കർമ്മം ചെയ്യണം, ജ്ഞാന വൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും കിട്ടും, ഭക്തി എല്ലാവരിലും എത്തിക്കാൻ പറ്റും. അപ്പോൾ ഈ ആകാശവാണി അനയാ ആകാശവാണ്യ അപി, ഈ ആകാശവാണി കേട്ടപ്പോൾ ഗോപ്യത്വേന നിരൂപിതം, ഗോപ്യമായി എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് എന്താ ഇപ്പം ഇങ്ങനെ വരാൻ കാരണം എന്ന ഒരു അതിൻ്റെ ഉള്ളു കള്ളി അങ്ങോട്ട് മനസ്സിലായില്ല. അതാണ് ഗോപ്യം. എന്തായിരിക്കും അതിൻ്റെ ഉള്ളിൽ? എന്താ ഇപ്പം ഈ സൽക്കർമ്മം, ആരാ സജ്ജനം, ഇതാണ് ചോദ്യം. അപ്പോൾ അത് മനസ്സിലായില്ല. കാര്യം തത് സാധനം കിം വാ, ഈ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, ആ കർത്തവ്യം, അതിൻ്റെ വഴി എന്തായിരിക്കും? അപ്പോൾ എന്ത് പ്രവർത്തന ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ല എന്ന് സാരം. ഏന യാതൊന്നില്ല തയോഹോ കാര്യം ഭവേത്, അവരുടെ 2 പേരുടെയും ഈ ഓജസ്സും തേജസ്സും കിട്ടുക, വൃദ്ധാവസ്ഥ മാറുക, ആലസ്യം ഇല്ലാണ്ടാവുക, അതിനെന്താ ഒരു വഴി? അതാണ് ഇപ്പോൾ പറഞ്ഞത്. പക്ഷെ കാര്യം അങ്ങോട്ട് മനസ്സിലായില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? നാരദൻ സ്വയമേവ ഒരു അവനവൻ തന്നെ പറയുക, അങ്ങനല്ലേ? അങ്ങനെ പറഞ്ഞു എന്നാണ്. അനയാ ആകാശവാണ്യാപി, അനയാ ആകാശവാണ്യാപി, ആകാശവാണ്യാ അപി, ആകാശവാണി കൊണ്ട്, അത് അങ്ങനെയാണെങ്കിലും എന്നുള്ള അർത്ഥത്തിൽ ഗോപ്യത്വേന, അതിൻ്റെ ഉള്ളിൽ രഹസ്യം അതെന്താണെന്ന് അറിയില്ല. ഗോപ്യത്വേന ഗോപനം ചെയ്ത് ഒളിപ്പിച്ചു വെച്ചത് എന്താ? നിരൂപിതം, അതിനെ എങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. കിം വാ തത് സാധനം കാര്യം, അത് എന്തായിരിക്കും ആ ചെയ്യേണ്ടതായിട്ട് പ്രവൃത്തി, സാധന, ഭക്തി, അതെന്തായിരിക്കും ആ കാര്യം? ഏന കാര്യം ഭവേ തയോഹോ, ഏത് കാര്യം കൊണ്ടാ അവരുടെ തയോഹോ, ആ 2 പേരുടെയും ഈ കാര്യത്തെ ഭവിക്കുക? ഇതാണ് ചോദ്യം. അപ്പോൾ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും ഉണ്ടാവാൻ ഈ ആകാശവാണിയിൽ, അശരീരിയിൽ എന്താണ് ഗോപ്യമായിട്ട് വെച്ചത്? അതെനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ലല്ലോ. ഒരു ആത്മഗതം പോലെ സ്വയമേവ നാരദൻ പറഞ്ഞു, ഉറക്കെ പറഞ്ഞു. ആരും കേട്ടൊന്നുമില്ല. അനയ ആകാശവാണ്യാപി ഗോപ്യത്വേന നിരൂപിതം കിം വാ തത് സാധനം കാര്യം യേന കാര്യം ഭവേത് തയോ. ക്വ ഭവിഷ്യന്തി സന്തസ്തേ കഥം ദാസ്യന്തി സാധനം മയാ അത്ര കിം പ്രകർത്തവ്യം തദുക്തം വ്യോമഭാഷയാ. തേ സന്തഃ, ആ സജ്ജനങ്ങൾ, ക്വ ഭവിഷ്യന്തി, എവിടെയാണ് വസിക്കുണ്ടാവുക? സാധനം കഥം ദാസ്യന്തി, ഈ സാധനത്തെ അവരെ എങ്ങനെയാ ദാനം ചെയ്യുക? ഈ കാര്യം നടത്തി തരുന്നാണല്ലോ പറഞ്ഞത്. ആ സത്കർമ്മം അവരെങ്ങനെയാ അത് ചെയ്തു തരിക? വ്യോമഭാഷയ, ഈ ആകാശവാണി അശരീരിയിൽ ഉക്തം തത്, പറയപ്പെട്ട എന്തോ അത്, അത്ര മയാ കിം പ്രകർത്തവ്യം, അത് എന്താണ്, ഞാനത് എവിടെ ഇരുന്നിട്ടാണ് ചെയ്യേണ്ടത്? ഇതൊന്നും ഇപ്പം എനിക്ക് മനസ്സിലാവണില്ല എന്ന് പറയാണ്. ആത്മഗതം പോലെയാണ് പറയണത്. ക്വ ഭവിഷ്യന്തി സന്തഃ, എവിടെയാണ് ഈ സജ്ജനങ്ങൾ ഉള്ളത്? തേ കഥം ദാസ്യന്തി സാധനം, അവരെങ്ങനെയാണ് ഇത് ദാനം ചെയ്യുക? ദാസ്യന്തി, ദാനം ചെയ്യുക. ഈ ഉപായം ഭാഗവതം വായിക്കണം എന്നുള്ള പറയാനാണ്. അപ്പോൾ അതിപ്പോൾ മനസ്സിലായില്ല. ഭാഗവതം വായിക്കണം എന്നുള്ള കാര്യം ഒഴിച്ച് ബാക്കിയൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നാരദൻ. പക്ഷേ ഇവരുദ്ദേശിച്ച സംഗതി എന്താ മനസ്സിലായില്ല, അതാണ്. അപ്പോൾ ആ സാധനം എന്താണ്? മയാ അത്രയ്ക്കും പ്രവർത്തവ്യം, ഇത് എന്നാൽ എവിടെ വെച്ചാണ് പ്രവർത്തിക്കേണ്ടത്? തത് ഉക്തം വ്യോമഭാഷയ, ഇപ്പോൾ ആകാശവാണി കൊണ്ട് ഈ പറയപ്പെട്ടത് അത് എവിടെ വെച്ചിട്ട് ചെയ്യണം? ആരാണ് ഈ സജ്ജനം?
എന്താണ് ഈ സാധനം, എങ്ങനെയാ ചെയ്യേണ്ടത്, എവിടെയാ ചെയ്യേണ്ടത്, എപ്പോഴാണ് ചെയ്യേണ്ടത്, ആര് ചെയ്യണം, അതിൽ എൻ്റെ പ്രവൃത്തി എന്താണ്, ഇങ്ങനെയുള്ള ചോദിച്ചു എന്നാണ്. 2 ശ്ലോകങ്ങളെ കൊണ്ട് ഈ കാര്യം പറഞ്ഞു. ക്വ ഭവിഷ്യന്തി സന്തഃ തേ കഥം ദാസ്യന്തി സാധനം മയാ അത്ര കിം പ്രവർത്തവ്യം മയാ അത്ര കിം പ്രകർത്തവ്യം തത് ഉക്തം വ്യോമഭാഷയാ. ഇനി 37ാമത്തെ ശ്ലോകം സൂതൻ പറയാണ്. സൂത ഉവാച തത്ര തവാപി തത്ര തൗ അപി സംസ്ഥാപ്യ നിർഗതോ നാരദോ മുനി തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യ പൃച്ഛൻ മാർഗേ മുനീശ്വരാൻ. ഇനി അടുത്തത് സൂതൻ പറയാണ്. എന്താ സൂതൻ പറയണ? തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യ പൃച്ഛൻ മാർഗേ മുനീശ്വരാൻ. ഇത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പല തീർത്ഥങ്ങളിലും സഞ്ചരിച്ചു, തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ സഞ്ചരിച്ചു. തത്ര തൗ അപി സംസ്ഥാപ്യ, അവർക്ക് ഈ വൃന്ദാവനത്തിൽ ഈ ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളും അവരവിടെ ഇരുന്നോട്ടെ എന്ന് കണക്കാക്കി നിർഗത നാരദ മുനി, ഈ നാരദ മഹർഷി അവിടെ നിന്ന് യാത്ര ചെയ്യും. എന്നിട്ട് തീർത്ഥം തീർത്ഥം, തീർത്ഥക്ഷേത്രങ്ങളിൽ ധാരാളം സജ്ജനങ്ങളുണ്ടാവും, അവിടേക്കൊക്കെ യാത്ര ചെയ്യും. എന്നിട്ട് അവിടെ ചെന്നിട്ട് മുനീശ്വരാൻ, അവിടെ വിനിഷ്ക്രമ്യ, എല്ലാ ദിക്കിലും ചെന്നു. അങ്ങനെ സഞ്ചരിച്ചിട്ട് നിസാരം മുനീശ്വരാൻ, ഈ മുനിമാരോട്, മഹാമുനിമാരോട് പൃച്ഛൻ, പലരും ചോദിച്ചു. തത്ര തൗ അപി സംസ്ഥാപ്യ. അപ്പോൾ അവിടെ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞതെങ്കിലും ഭക്തിദേവിയും ജ്ഞാനവൈരാഗ്യങ്ങളും കൂടി വൃന്ദാവനത്തിൽ തന്നെ ഇരുന്നു. അതിനുശേഷം നാരദ നിർഗത, നാരദൻ യാത്രയായി. മുനിയായിട്ടുള്ള നാരദൻ, മുനിഹി നാരദ നിർഗത, അവിടുന്ന് മുനി യാത്രയായി. എവിടേക്ക്? തീർത്ഥം തീർത്ഥം വിനിഷ്ക്രമ്യ, എല്ലാ തീർത്ഥക്ഷേത്രങ്ങളിലേക്കും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരുന്നു. പൃച്ഛൻ, എന്നിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. മാർഗേ മാർഗേ മുനീശ്വരാൻ, മഹാമുനിമാരായിട്ടുള്ള കുറേ ആളുകളുണ്ട്, അവരോടൊക്കെ ഇത് ചോദിച്ചു കൊണ്ടേയിരുന്നു. വൃത്താന്ത ശ്രൂയതേ സർവൈഹി കിഞ്ചിത് നിശ്ചിത്യ നോച്യതേ അസാധ്യം കേചന പ്രോജുഹു ദുർജ്ഞേയമിതി ചാപരേ. അതാണ് സർവൈഹി വൃത്താന്ത ശ്രൂയതേ. ഇവരെല്ലാവരും ഓരോരുത്തരും നാരദനിൽ നിന്ന് ഈ കാര്യങ്ങളെ, കഥകളെ കേട്ടു, എന്തൊക്കെയാണ് ഉണ്ടായതെന്ന്. അപ്പോൾ അവർ നിശ്ചയിച്ചു. കിഞ്ചിത് ന ഉച്ചതേ, ഒന്നും പറഞ്ഞില്ല അവരെ. കിഞ്ചിത് ന ഉച്ചതേ, ഒന്നും പറഞ്ഞില്ല. കേചന, ചിലർ അസാധ്യം പ്രോജു, ചിലർ അവർക്കറിയാത്തതുകൊണ്ട് ഇത് അസാധ്യമാണ് എന്ന് പറഞ്ഞു. പിന്നെയോ അവരെ ദുർജ്ഞേയം ഇതീച്ച, വേറെ ചിലവർ പറഞ്ഞു ഇത് അറിയാൻ വളരെ ഞെരുക്കാവും കേട്ടോ. കാരണം നാരദനെ അത്രയും കൂടുതൽ ബഹുമാനാണ്, ജ്ഞാനിയാണ് എന്നറിയാം, ഈശ്വര ഭക്തനാണെന്നറിയാം. അപ്പോൾ എല്ലാ അർത്ഥത്തിലും നാരദൻ്റെ താഴെയാണ് അപ്പോൾ ഈ കണ്ടവരൊക്കെ. അപ്പോൾ അവരൊക്കെ ഇപ്രകാരത്തിൽ എന്താ ചിന്തിച്ചത്, എന്താ പറഞ്ഞത്, അവർ കൂട്ടിയാൽ പറ്റില്ല, ഇത് കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല. ചിലർ മൗനം, ഒന്നും പറഞ്ഞില്ല. ചിലർ അസാധ്യം എന്ന് പറഞ്ഞു. വേറെ ചിലർ ഇത് അറിയാൻ തന്നെ പ്രയാസമാവും കേട്ടോ നാരദ എന്നും പറഞ്ഞു. അതാണ് രസം. അപ്പോൾ വൃത്താന്ത ശ്രൂയതേ സർവൈഹി, ഈ ചെന്ന ദിക്കിലൊക്കെ മുനീശ്വരന്മാർ ഇപ്രകാരത്തിൽ പലതും കേട്ട് കഴിഞ്ഞപ്പോൾ കിഞ്ചിത് നിശ്ചിത്യ ന ഉച്ചതേ, ഓരോരുത്തർ കിഞ്ചിത് ന ഉച്ചതേ, അങ്ങനെയാണ്. ഒന്നും എന്താ അവർക്കറിയില്ല, പറയാനറിയില്ല, അവരുടെ കുറ്റമല്ല. നാരദന് അറിയില്ല വെച്ചാൽ പിന്നെ എങ്ങനെയാണ് ബാക്കിയുള്ളവർക്ക് അറിയാം എന്ന അർത്ഥത്തിലാണ്. മാത്രമല്ല അസാധ്യം കേചന, ചിലവർ പറഞ്ഞത് പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ, കാര്യം നടക്കില്ല ഉറപ്പ്. പ്രോജുഹു, പിന്നെയോ ദുർജ്ഞേയം ഇതി ച അവരെ, ദുർജ്ഞേയം ഇതി, അത് അസാധ്യമാണ് കേട്ടോ, അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അസാധ്യം ഇതി ച അവരെ, മറ്റുള്ളവരാൽ ഇങ്ങനെയും പറഞ്ഞു എന്നാണ്. അപ്പോൾ നോക്കണേ, നാരദൻ അറിയാത്തതുകൊണ്ടാണ്. സൂതൻ പറയുകയാണ്, ഇങ്ങനെ നാരദൻ എല്ലാ ദിക്കിലും ചെന്നു, ഓരോരുത്തരോടും ചോദിച്ചു, തീർത്ഥക്ഷേത്രങ്ങളിലൊക്കെ ചെന്നു. ഓരോരുത്തരും നാരദനെ കണ്ടു കഴിഞ്ഞപ്പോൾ വലിയ ബഹുമാനത്തോട് കൂടിയിട്ട് സ്വീകരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ പറഞ്ഞില്ല.
പക്ഷെ അതിനേക്കാൾ കൂടുതൽ നാരദൻ ഓരോരുത്തരോടും ചോദിച്ചു, ഇതിനെന്താ ഒരു വഴി, ആ ശരീരം ഇങ്ങനെ കേട്ടു, അതൊക്കെ ഗോപ്യ, അതൊക്കെ അണ്ടർസ്റ്റുഡാ. അങ്ങനെ ചോദിച്ചപ്പോൾ ഓരോരുത്തരും അഭിപ്രായം പറഞ്ഞു. ചിലരൊന്നും മിണ്ടാതെ ഒന്നും പറഞ്ഞില്ല. ചിലർ പറഞ്ഞു അത് കാര്യം അറിയാൻ തന്നെ വിഷമാവും കേട്ടോ. ചിലർ പറഞ്ഞു അത് നടക്കുന്നുണ്ടോ ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ പലതും പറഞ്ഞു എന്നാ, അസാധ്യം എന്നർത്ഥത്തിൽ. 2 ശ്ലോകങ്ങളെ കൊണ്ട് ഇങ്ങനെ: വൃത്താന്ത ശ്രൂയതേ സർവൈഹി കിഞ്ചിത് നിശ്ചിത്യ ന ഉച്യതേ അസാധ്യം കേചന പ്രോജുഹു ദുർജ്ഞേയം ഇതി ച അപരേ. ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പല തീർത്ഥക്ഷേത്രങ്ങളിൽ പല മഹാമുനീശ്വരന്മാര് നാരദനോട് അസാധ്യം എന്ന രീതിയിൽ പറഞ്ഞു അശരീരിയെക്കുറിച്ച്. നാരദന് മനസ്സിലായിട്ടില്ല, അതാണ്. മൂഗീഭൂതാസ്തഥാന്യേതു കിയന്തസ്തു പലായിത ഹാഹാകാരോ മഹാനാസീത് ത്രൈലോക്യേ വിസ്മയാവഹ. വേറെയും ചില കാര്യങ്ങൾ നടന്നു എന്നാ. ചിലര് ഒന്നും മിണ്ടാതിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. വേറെ ചിലര് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിന് ബാക്കിയുള്ളവർ പറയാണ്, മഹാഋഷികൾ പറയാണ്, അങ്ങനെ ഒരു മാർഗം എളുപ്പമല്ല കേട്ടോ കിട്ടാൻ, അസാധ്യമാണ് കേട്ടോ എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചിലവർ ഇത് കേൾക്കാൻ ശക്തിയില്ലാതെ ഉണ്ട്, അവരൊന്നും കൂട്ടിയാൽ പറ്റില്ല, അവർ ഓടിപ്പോയി. നിസ്സഹായാവസ്ഥ കൊണ്ട് അവർ ഓടിപ്പോയി. ചിലർ ഈ 3 ലോകത്തിലുള്ളവരെയും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ഹഹാ എന്ന അത്ഭുതം അത്ഭുതം എന്ന് ഉറക്കെ ഭഗവാനോട് പറയുന്ന രീതിയിൽ, ജ്ഞാനികളോട് പറയുന്ന രീതിയിൽ, ഞങ്ങൾക്കൊന്നും അറിയില്ലല്ലോ ഈശ്വര എന്നുള്ള രീതിയിൽ ഒരു നിസ്സഹായാവസ്ഥയെ പ്രകടിപ്പിച്ചു, ഹാഹാകാരം വെച്ചു എന്നാണ്. മൂഗീഭൂതാഹ തഥാ അന്യേ. ഒന്നും മിണ്ടാതെ കണ്ട് മൗനം ദീക്ഷിച്ചു. ഓ, ഇതെന്തൊരവസ്ഥയത്! കലികാലത്തിൽ ജ്ഞാനവും വൈരാഗ്യവും ഇല്ലല്ലോ, ഭക്തി ഇല്ലല്ലോ. ചിലർ കിയന്തസ്തു പലായിതാഹ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കണ്ട് ഓടിപ്പോയി. ചിലർ ഹാഹാകാര, ചിലരങ്ങനെയാണ്, ഉറക്കെ പറഞ്ഞു എന്താ ചെയ്യുക, ഹാഹാകാരം. മഹാൻ ആസീത് ത്രൈലോക്യേ വിസ്മയാവഹ. 3 ലോകത്തെയും ഈ അറിവില്ലാത്തവർ വിസ്മയിപ്പിച്ചു എന്ന് വേണം പറയാൻ. ഹാഹാകാരം കൊണ്ടും പലായനം ചെയ്തുകൊണ്ടും ഒന്നും മിണ്ടാതിരുന്നുകൊണ്ടും ഓരോരുത്തർ അവരവരുടേതായിട്ടുള്ള കാര്യം ഇപ്രകാരത്തിലാണ് അവർക്ക് മനസ്സിലായത്, ഇപ്രകാരത്തിലാണ് അവർ ചെയ്തത് എന്നിങ്ങനെ സൂതൻ പറഞ്ഞു. മൂഗീഭൂതാഹ തഥാ അന്യേ തു കിയന്തഃ തു പലായിതാഹ ഹാഹാകാരഃ മഹാൻ ആസീത് ത്രൈലോക്യേ വിസ്മയാവഹ. പദച്ഛേദം. മൂഗീഭൂതാസ്തഥാന്യേ തു കിയന്തസ്തു പലായിതാ ഹാഹാകാരോ മഹാനാസീത് ത്രൈലോക്യേ വിസ്മയാവഹ. ഇനി വേദവേദാന്തഘോഷൈശ്ച ഗീതാപാഠൈർവിബോധിതം ഭക്തിജ്ഞാനവിരാഗാണാം നോദതിഷ്ഠത്രികം യഥാ. കുറച്ചുകൂടിയും വിശദീകരിക്കുകയാണ്. വേദവേദാന്ത ഘോഷങ്ങൾ കൊണ്ട്, ഗീതാപാഠങ്ങളെ കൊണ്ട്, ഭഗവാന്റെ ഈ വാക്കുകളെ കൊണ്ട്, അതേപോലെ ഉപനിഷത്തുകളെ കൊണ്ട്, വേദവും വേദാന്തവും ഒക്കെ പറഞ്ഞിട്ടും വിശേഷേണ ജ്ഞാന വൈരാഗ്യ രേ ജ്ഞാന ഉത്തിഷ്ഠത എന്ന് പറഞ്ഞല്ലോ, ജാഗ്രത അവസ്ഥയിലെത്തൂ എന്ന് പറഞ്ഞല്ലോ. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ലല്ലോ. ഉണർത്താൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തു. എന്നിട്ടും ഭക്തിക്കും ജ്ഞാനത്തിനും ഈ വൈരാഗ്യത്തിനും ഒന്നും ഒരു ഉണർവ് കിട്ടിയില്ല. ഇതൊരു വല്ലാത്ത മഹാശ്ചര്യം തന്നെ എല്ലാവർക്കും ഉണ്ടായി. വേദം വേദാന്തം അത് ഘോഷത്തോടു കൂടിയിട്ട് ചെയ്തു. ഗീതാപാഠം അതും വേണ്ടത്ര വിസ്തരിച്ചു. അതും ചെവിയിൽ ഉറക്കെ പറഞ്ഞു. സ്വരത്തോട് കൂടിയിട്ട് വേണിച്ചാൽ അങ്ങനെ, ഉപകഥകളോട് കൂടിയിട്ട് വേണിച്ചാൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, വിസ്തരിച്ചിട്ടുണ്ടാവും. പ്രബോധിതം വിബോധിതം അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചു. ഭക്തി ജ്ഞാന വിരാഗാണ്. ഈ 3 പേർക്കും ന ഉദതിഷ്ഠത് ത്രികം യഥാ, ന ഉദതിഷ്ഠത് ത്രികം യഥാ, ന ഇല്ല, തരായില്ല. ഉദതിഷ്ഠത് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. ത്രികം 3 പേർക്കും യഥാ. അപ്പോൾ വല്ലാത്തൊരു ആശ്ചര്യമാണ് അവിടെ ഉണ്ടായത്. 3 പേർക്കും ഉണർന്ന് എഴുന്നേൽക്കാൻ സാധിച്ചില്ല. ഭക്തി കഷ്ടിച്ച് അവിടെ ജീവൻ വെച്ചത് ഈ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്, തൃപ്പാദം അവിടെ പതിഞ്ഞതുകൊണ്ടാണ്, ശ്രീകൃഷ്ണന്റെ പാദം ഉണ്ടായതുകൊണ്ടാണ്. പക്ഷേ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് അത് കിട്ടിയില്ല.
വേദവേദാന്തഘോഷൈഃ ച ഗീതാപാഠൈഃ വിബോധിതം ഭക്തിജ്ഞാനവിരാഗാണാം ന ഉദതിഷ്ഠത് ത്രികം യഥാ. ഇപ്പം എപ്രകാരത്തിലാണോ ഇവർ മൂന്ന് പേരും ഉണരേണ്ടത്, അപ്രകാരത്തിലൊക്കെ വേദം, വേദാന്തം, ഗീതാപാഠം എല്ലാം പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. പക്ഷേ ഉണർത്താൻ സാധിച്ചില്ല. ഇനി 41-ാമത്തെ ശ്ലോകം. ഉപായോ നാപരോസ്തീതി കർണേ കർണേ അജപഞ്ജനാ യോഗിന നാരദേനാപി സ്വയം ന ജ്ഞായതേ തുയത്. ഇതൊന്നും കൂടാതെ വേറെ എന്ത് ഉപായമാണ് ഉണ്ടാവുക? ഇങ്ങനെ ജനങ്ങളെല്ലാവരും സ്വകാര്യം തമ്മിൽ തമ്മിൽ ഇങ്ങനെ പറയാ. ഇതല്ലാതെ കൊണ്ട് വേറെന്ത് ഉപായപ്പം ഉണ്ടാവുക? യോഗിയായിട്ടുള്ള ഈ നാരദ മഹർഷിക്ക് കൂടി അറിയാതിരിക്കുന്ന ഒരു കാര്യം മറ്റൊരു ഉപായം കൊണ്ട് കാര്യം നടത്താൻ പറ്റുമോ? അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. അപ്പോൾ അവർ പരസ്പരം പറഞ്ഞു, നാരദനോട് പറ്റില്ല അല്ലേ, ഞാൻ ഈ കാര്യം നടക്കും തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ആൾക്കാർ പറഞ്ഞതൊക്കെ ശരിയാ, നാരദന് പറ്റില്ല വെച്ചാൽ പിന്നെ എങ്ങനെയാ? അങ്ങനെ ഒരു നിസ്സഹായ അവസ്ഥയിൽ എല്ലാവരും എത്തിയെന്ന. ഉപായ ന അപരഹ, വേറെ ഒരു ഉപായം ഉണ്ടെന്ന് തോന്നണില്ല. ന അസ്ഥി ഇതി, ഇങ്ങനെയൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. കർണേ കർണേ, ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെവിയിൽ പറഞ്ഞു എന്നാ. അജപൻ ജനാഹ, ജനങ്ങൾ പരസ്പരം ജപം പോലെ. അപ്പോൾ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു, ഉറക്കെ പറയല്ല, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയും ചെയ്തു. യോഗിനഹ, യോഗിയായിട്ടുള്ള നാരദേന അപി, നാരദനാൽ പോലും സ്വയം ന ജ്ഞായതേ, നാരദന് പോലും ഇത് മനസ്സിലാവണില്ല വെച്ചാൽ തു യത്, ഈ കാര്യം ആവട്ടെ. യാതൊരു കാര്യമാണോ ഇപ്രകാരത്തിൽ നാരദന് പോലും അറിയാത്തത്, അതിനെ മറികടന്നുകൊണ്ട് മറ്റൊരു ഉപായം ആർക്കാ പറയാൻ സാധിക്കുക? ഇങ്ങനെ ഓരോരുത്തരും തമ്മിൽ ജപിക്കുന്ന പോലെ ചെവിയിൽ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും. അയ്യോ, നാരദന് പറ്റാത്തത് വേറെ ആർക്കും പറ്റുണ്ടാവില്ല കേട്ടോ. ഉപായോ നാപരോസ്തീതി കർണേ കർണേ ജപഞ്ജന, നാപരോസ്തീതി, ഓ എന്നുള്ള ദീർഘം, കർണേ കർണേ ജപൻ, ഏകാരം ദീർഘം. എഫ് ഇട്ടാൽ അങ്ങനെയാണ്, തൊട്ട് മുന്നേ വരുന്ന സ്വരത്തെ ദീർഘിപ്പിച്ച് പറയാം. 1.5 മാത്ര എന്നാണ്, അതായത് ഓകാരത്തിന് 1 മാത്ര, അരമാത്ര ദീർഘിപ്പിച്ച് നാപരോസ്തീതി കർണേ ജപൻ എന്നാണ്. 1.5 മാത്ര എന്നാ പറയാം. ഓകാരത്തിന് 1 മാത്ര, പിന്നെ പകുതി നീട്ടുക. അതേപോലെ കർണേ, ഏകാരത്തിന് 1 മാത്ര, അടുത്തത് അരമാത്ര. ഇങ്ങനെയാണ് എഫ് ഇട്ടാൽ പറയാം. ഉപായോ നാപരോസ്തീതി കർണേ കർണേ ജപഞ്ജന യോഗിന നാരദേനാപി സ്വയം ന ജ്ഞായതേ തുയത്. 42-ാമത്തെ ശ്ലോകം. തത്കഥം ശക്യതേ വക്തും ഇതരൈരിഹ മാനുഷൈ ഏവം ച ഋഷിഗണൈ പൃഷ്ടൈ നിർണീയോക്തം ദുരാസദം. അപ്പോൾ ദേവർഷിമാരായിട്ടുള്ള നാരദനും കൂടി സാധിക്കില്ല, ഇതിനൊരു ഉപായം കണ്ടെത്താൻ സാധിക്കില്ല എങ്കിൽ മറ്റ് മനുഷ്യർക്ക്, മറ്റ് മുനിമാർക്ക് എങ്ങനെ ഇത് സാധ്യമാവും, അറിയും? ഇങ്ങനെ പലരും നിശ്ചയിച്ച് ഈ ഉപായം ഞങ്ങൾക്കൊന്ന് അറിഞ്ഞുകൂടാട്ടോ എന്ന് നാരദനെ ബോധ്യപ്പെടുത്തി. തത് കഥം ശക്യതേ, ഇത് എങ്ങനെയാണ് നമുക്ക് സാധ്യമാക്കുക? വക്തും, പറയാനായിട്ട്, ഇതരൈഹി ഇഹ, മറ്റുള്ളവരാൽ ഇവിടെ, മാനുഷൈഹി, മറ്റുള്ള ഏതെങ്കിലും മനുഷ്യർക്ക് ഇതേപോലെ ഇവിടെ പറയാൻ സാധിക്കുമോ? ഇല്ല. ഏവം ച ഋഷിഗണൈഹി, ഇപ്രകാരത്തിൽ ഋഷിഗണങ്ങളും കൂടി പൃഷ്ടൈഹി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും നിർണീയ ഉക്തം ദുരാസദം, അത് അറിയില്ല, നമുക്ക് അറിയാൻ സാധിക്കുകയില്ല എന്ന അർത്ഥത്തിൽ ദുരാസദം, ഒരു നിർണയം എടുക്കാൻ പറ്റില്ല. നിർണീയ ഉക്തം ദുരാസദം, ഇത് ഇങ്ങനെ ഒരു നിർണയം എടുത്തിട്ട് പറയാൻ സാധിക്കില്ല എന്ന രീതിയിൽ അവരെല്ലാവരും ഉറപ്പിച്ചു എന്ന് സാരം. നിർണയം എടുത്തു, കൂട്ടിയാൻ പറ്റില്ല. തത് കഥം ശക്യതേ, അതുകൊണ്ട് ഇത് എങ്ങനെയാണ് സാധ്യമാവുക? വക്തും പറയാൻ പറ്റുമല്ല. ഇതരൈഹി ഇഹ,
മറ്റുള്ള ഏത് ആളായാലും വേണ്ടില്ല, ആരായാലും ശരി പറ്റില്ല. മാനുഷൈഹി, മനുഷ്യന്മാർക്കൊന്നും പറ്റും തോന്നുന്നില്ല. വെച്ചാൽ ദേവന്മാർ വേണ്ടിവരും എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. അതല്ലെങ്കിൽ അതേപോലത്തെ മഹർഷിമാർ വേണ്ടിവരും, ദേവതുല്യന്മാരായിട്ടുള്ളവർ വേണ്ടിവരും. നാരദൻ ദേവതുല്യനാ, ദേവൻ തന്നെയാ. നാരദന് പറ്റില്ല വെച്ചാൽ പിന്നെ ആർക്കാ പറ്റുക? ഏവം ച ഋഷിഗണൈഹി, ഇപ്രകാരത്തിൽ ഈ ഋഷികൾ കൂടി പരസ്പരം ചോദിച്ചും പറഞ്ഞും പൃഷ്ടൈഹി, സാധിക്കില്ല എന്ന് ഉറപ്പുവരുത്താണ്ടായേ. നിർണീയ, അവരങ്ങനെയാണ് ഉറപ്പിച്ചു, തീരുമാനിച്ചു. നിർണീയ ഉക്തം, പറയാൻ ദുരാസതം ആണ്. ഉക്തം പറയാൻ സാധിക്കില്ല, ദുരാസതമാണ്, പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നിശ്ചയിച്ചു, നിർണീയ ഉറപ്പിച്ചു എന്ന് പറയാം. തത് കഥം ശക്യതേ വക്തും ഇതരൈഹി ഇഹ മാനുഷൈഹി ഏവം ച ഋഷിഗണൈഹി പൃഷ്ടൈഹി നിർണീയ ഉക്തം ദുരാസതം. പദച്ഛേദം. തത് കഥം ശക്യതേ വക്തും ഇതരൈരിഹ മാനുഷൈ ഏവം ച ഋഷിഗണൈ പൃഷ്ടൈ നിർണീയോക്തം ദുരാസതം. തതശ്ചിന്താതുരസോധ ബദരീവനമാഗത തപശ്ചരാമി ചാത്രേതി തദർത്ഥം കൃതനിശ്ചയാം. അതിനുശേഷം നാരദൻ സ്വയമേവ ചിന്തിച്ചു എന്നാണല്ലോ പറഞ്ഞത്. നാരദൻ ഉറപ്പിച്ചു, ഇവർക്കൊന്നും പറ്റാത്ത വെച്ചാൽ പിന്നെ ഭഗവാനോട് ചോദിക്കാം. തൻ്റെ ഗുരുവാണ് നരനാരായണന്മാർ. ബദരികാശ്രമത്തിൽ അവിടെ തപസ് ചെയ്യുന്നുണ്ട്. ആ ബദരികാശ്രമത്തിലേക്ക് ചെന്നു. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ ഈ മംഗളത്തിന് വേണ്ടിയിട്ട്, കല്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം എന്നാണ്, മംഗളത്തിന് വേണ്ടിയിട്ട് അവിടെ എന്താണ് ഉപായം ലഭിക്കേണ്ടത് എന്നുള്ളത് അവിടെ തപസ് ചെയ്യുന്ന ആ നരനാരായണ മഹർഷിമാരോട് ചോദിക്കാം എന്ന് നിശ്ചയിച്ചു. തതഹ ചിന്ത ആതുരഹ, ഈ ഇതിനുശേഷം അതിനുശേഷം ചിന്ത ആതുരഹ, ഈ ചിന്ത കൊണ്ട് ദുഃഖം അനുഭവിക്കുന്നതായിട്ടുള്ള സഹ, ആ നാരദ മഹർഷി, അതിനുശേഷം അനന്തരം ബദരീവനം ആഗത, ബദരീവനത്തിലേക്ക് എത്തി. നരനാരായണാശ്രമത്തിലേക്ക് എത്തിയിട്ടില്ല, ബദരീവനത്തിലേക്കാണ് എത്തിയത്. അതിൻ്റെ ഉള്ളിലാണ് നരനാരായണന്മാർ ഇരിക്കുന്നത്. ആശ്രമത്തിലേക്കാണ് കിടക്കുകയുണ്ട്. തപഹ ചരാമി, തപസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ച അത്ര ഇതി, അവിടെ, എന്നുള്ള അർത്ഥമാണ്. അവിടെ അത്ര, ഇവിടെ, അവിടെയാണ്, എവിടെ? ബദരികാശ്രമത്തിൽ. ഇതി തത് അർത്ഥം, ഇതിനു വേണ്ടിയിട്ട് ഈ ജ്ഞാനവൈരാഗ്യങ്ങൾക്ക് ഓജസ്സും തേജസ്സും കിട്ടാൻ, പിന്നെ അശരീരി കേട്ടുല്ലോ, അശരീരി നടപ്പാക്കാൻ. കൃതനിശ്ചയ, ഇത് ഉറപ്പിച്ചു, എന്നിട്ട് അങ്ങോട്ട് ചെന്നു എന്ന് പറയാം. ആ സമയത്ത് നാരദന് തോന്നിയ ബുദ്ധിയാണ് തൻ്റെ ഗുരുവായിട്ടുള്ള നരനാരായണ മഹർഷിമാരോട് ചോദിക്കാം. അത് കണക്കാക്കിക്കൊണ്ട് ബദരികാശ്രമത്തിലേക്ക് ചെന്നു. തതഹ ചിന്ത ആതുരഹ, പക്ഷെ അത് മുറിക്കാൻ പാടില്ല, ചിന്താതുരഹ എന്നേ പറയാവൂ. തതഹ ചിന്താതുര, തതഹ ചിന്താതുര, തതശ്ചിന്താതുര സഹ സോധ ബദരീവനം ആഗത. തപശ്ചരാമി ച അത്ര ഇതി ചാത്രേതി, തദർത്ഥം കൃതനിശ്ചയ. അതൊന്നിച്ചാണ്, കൃതനിശ്ചയ. പദച്ഛേദം. തതശ്ചിന്താതുരസോധ ബദരീവനമാഗത തപശ്ചരാമി ചാത്രേതി തദർത്ഥം കൃതനിശ്ചയാം. അപ്പം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ആ നാരദ മഹർഷി ബദരീവനത്തിലേക്ക് ചെന്നു. തപസ് ചെയ്യുന്നതായിട്ടുള്ള ഗുരുവായിട്ടുള്ള നരനാരായണന്മാരെ എന്നുള്ളത് അണ്ടർസ്റ്റുഡ്, അവിടെ ഗോപ്യാണ്. അതിന് വേണ്ടിയിട്ടാണ് നിശ്ചയം ചെയ്തുകൊണ്ട് നാരദൻ അവിടേക്ക് ചെന്നു എന്നാണ്. പിന്നെയോ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു. താവദ്ദർശ പുരത സനകാദ്യാൻ മുനീശ്വരാൻ കോടിസൂര്യസമാഭാസാനുവാച മുനിസത്തമ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നരനാരായണന്മാരെ കാണാനാ പോയത്, പക്ഷേ കണ്ടത് സനകാദി മഹർഷിമാരെയാണ്. ഇതറിഞ്ഞുകൊണ്ട് അവരവിടെ എത്തി, അല്ലെങ്കിൽ ഇതറിയാതെ കണ്ട് നാരദനെ സഹായിക്കാൻ യദൃച്ഛയ, ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച്. അപ്പോൾ നാരായണാശ്രമത്തിലേക്ക് അവിടെ എത്തിയില്ല, അതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട്. താവദ്ദർശ, അവിടെ വെച്ചപ്പോൾ കണ്ടു.
പുരതഃ മുമ്പിൽ, സനകാദ്യാൻ സനകാദികൾ എന്നാണ് 4 പേര്, 5 വയസ്സ് ബ്രഹ്മാവിൻ്റെ ആദ്യപുത്രന്മാർ. ഹരിശരണം ഹരിശരണം, സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാർ, 4 പേര്. സനകൻ സനന്ദൻ സനാതനൻ സനൽകുമാർ, 4 പേരും ബ്രഹ്മാവിൻ്റെ ആദ്യത്തെ പുത്രന്മാരാണ്. അവിദ്യയ്ക്ക് ശേഷം തപസ് ചെയ്ത് ആദ്യമുണ്ടായ പുത്രന്മാരാണ് ഈ സനകാദികൾ. അവർക്ക് ഇന്ന് 5 വയസ്സാണ്. കുമാരന്മാർ. എല്ലാ ദിക്കിലേക്കും എപ്പോഴും ചെല്ലാം, ഒരു തടസ്സമില്ല. ഹരിശരണം ഹരിശരണം, ഭഗവാൻ സ്മൃതിയോട് കൂട്ടിയിട്ട് സദാസമയത്തും നടക്കണം. മുനി ഈശ്വരാൻ, ഋഷികളാണ്, മുനിമാരാണ്, ഈശ്വരന്മാർക്ക് തുല്യനാണ്. ഈ നരനാരായണൻ തന്നെ, വ്യത്യാസമൊന്നുമില്ല. അത്രയും അങ്ങനെയാണ് സാർ. അതാണ് കോടി സൂര്യ സമ ആഭാസ, അല്ലെങ്കിൽ കോടി സൂര്യ സമ ഭാസ. ഇപ്പോൾ അവിടെ നമുക്ക് ഈ ആഭാസം എന്ന് പറയുമ്പോൾ കുറച്ചൊരു വിപരീത അർത്ഥത്തിലാണ് വരിക. നന്നായിട്ട് പ്രകാശിക്കുന്നു എന്ന സാരം. കോടി സൂര്യന്മാരുടെ പ്രഭയോടുകൂടി, കോടി സൂര്യ സമാഭാസ, ഭാസാൻ ആണ്. അത്രയും പ്രകാശത്തോടു കൂടി. അവര് ഉവാച മുനി സത്തമഹ എന്നാണ്. തപസ്സിന് വേണ്ടതായിട്ടുള്ള സാധനങ്ങളെല്ലാം ശേഖരിച്ചു. തപസ്സിൽ ഏർപ്പെടുന്നതിന് മുന്നേ തന്നെ സനകാദികളായിട്ടുള്ള മുനീശ്വരന്മാരെ മുൻഭാഗത്ത് വന്നതായിട്ട് കണ്ട് കോടി സൂര്യ സമാനന്മാരായിട്ടുള്ള ശോഭയോടുകൂടി അവരോട് ഈ മുനികളിൽ വെച്ച് ഉത്തമനായിട്ടുള്ള നാരദ മഹർഷി പറയാൻ തുടങ്ങാണ്. സനകാദി നാരദ സംവാദം ആയിട്ട് ഇനി പറയാൻ പോകും. അതാണ് ശരിക്കും ഭാഗവത മഹാത്മ്യം. അതിങ്ങനെ വരും ക്രമേണയായിട്ട്. അടുത്ത അധ്യായത്തിലും കൂടി കുറച്ചുണ്ട്, എന്നാലേ മുഴുവനാവുള്ളൂ. പിന്നെ അതിൻ്റെ ഫലമാണ് മറ്റൊരു ദുന്ധുകാരുടെ കഥ പറയണത്. താവത് ദദർശ പുരതഃ. ഈ ഗുരുവിൻ്റെ അടുത്തേക്ക് ചെല്ലണമെങ്കിൽ ചെറിയൊരു തപസ് വേണമെന്നൊരു നിയമമുണ്ട്. അവിടെ ഈശ്വരനാണല്ലോ നരനാരായണന്മാർ. അപ്പോൾ കയറിക്കയറിയായിട്ട് ചെല്ലാൻ പറ്റില്ല, ഒരു ശ്രീലാകം പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തപസ്സൊക്കെ കഴിഞ്ഞിട്ടേ ഞങ്ങൾ ചെല്ലുള്ളൂ. ആ ഒരു കാര്യമാണ് അവിടെ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. താവത് ദദർശ പുരത. ആ സമയത്ത് മുമ്പിൽ കണ്ടു സനകാദ്യാൻ മുനീശ്വരന്മാരായിട്ടുള്ള ഈ സനകാദി മഹർഷിമാരെ 4 പേരെ കണ്ടു. അവരുടെ വിശേഷണമാണ് കോടി സൂര്യ സമാഭാസാൻ. കോടി സൂര്യ അത്രയും പ്രഭ അവർക്ക് ഉണ്ട്. അവരെയാണ് കണ്ടത്. ഈ മുനിസത്തമഹ ഉവാച, അവരോട് ഇപ്രകാരത്തിൽ പറഞ്ഞു. ശ്രീനാരദ മഹർഷി ഈ സനകാദി മഹർഷിമാരോട് ഇങ്ങനെ പറഞ്ഞു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാരദ ഉവാച എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം. അവരെ പുകഴ്ത്തിക്കൊണ്ട്, സ്വീകരിച്ചുകൊണ്ട്, കുശലം പറഞ്ഞുകൊണ്ട്, കാര്യം പറഞ്ഞുകൊണ്ട്, അങ്ങനെയല്ലേ പൂജ എന്തൊക്കെയാച്ചൊക്കെ ചെയ്തു. താവദ്ദർശ പുരത സനകാദ്യാൻ മുനീശ്വരാൻ കോടി സൂര്യ സമാഭാസ അനുവാച മുനിസത്തമ. ഇങ്ങനെ 44-ാമത്തെ ശ്ലോകവും നമ്മൾ പറഞ്ഞു വെച്ചു. ഇപ്പോൾ നാരദനും സനകാദി മഹർഷിമാരും അവിടെ വെച്ചിട്ട് ബദരിയിൽ വെച്ചിട്ട് കണ്ടുമുട്ടി. അപ്പോൾ നരനാരായണന്മാരുടെ ആശ്രമത്തിൻ്റെ തൊട്ട് മുമ്പിൽ, അല്ലെങ്കിൽ പുറത്താണ്, ആശ്രമത്തിലേക്ക് കയറിയിട്ടില്ല. അങ്ങനെയാണ് അവിടെ വെച്ച് കണ്ടുമുട്ടി. ഇനി അവർ തമ്മിലുള്ള സംവാദം അത് നമുക്ക് നാളെ പറയാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ നാരായണ.